ആനന്ദ് കൊച്ചുകൂടി. പക്ഷേ കഴിഞ്ഞ തവണ LDFന് അതിന് മുമ്പിലത്തെ തവണത്തേക്കാൾ വോട്ടുകൾ കൂടി സരിൻ മത്സരിച്ചപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ വിലയിരുത്തലുകൾ നടത്താമായിരുന്നു. അവിടെ LDF കൂടുതൽ വോട്ടുകൾ പിടിക്കുന്നത് വഴി അവിടെ സാധ്യത BJPക്ക് കൂടും എന്നുള്ളത്. പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. UDFന്റെ വോട്ടുകളും അതോടൊപ്പം തന്നെ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണയും ആ രീതിയിലെ കാര്യങ്ങൾ പോയാൽ എങ്ങനെയായിരിക്കും? അവിടെ ഒരു ത്രികോണ മത്സരം എന്ന രീതിയിൽ താങ്കൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ടോ? അതോ ശോഭാ സുരേന്ദ്രൻ, രമേശ് പിഷാരടി, ഈ ഫൈറ്റല്ലേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്? മഞ്ജുഷ, അവിടെ ഒരു ത്രികോണ മത്സരം എന്തായാലും നടക്കുന്നില്ല, അതിന് യാതൊരു സംശയവുമില്ല. അവിടെ CPM 3-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ അവർ സരിനെ അവതരിപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് വന്ന ആൾ എന്ന് മാത്രമല്ല, ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ, ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള ആൾ പാലക്കാട് പുറത്ത് നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് സരിനെ കോൺഗ്രസിന് മത്സരിപ്പിച്ചുകൂടാ എന്ന രീതിയിലൊക്കെയാണ് അന്ന് സരിനെ പാലക്കാട് CPM അവതരിപ്പിച്ചത്. CPMന് പാലക്കാട് മത്സരിക്കാൻ ആളില്ലാത്തത് കൊണ്ടൊന്നുമല്ല. അവിടെ ഗോകുൽദാസിനെ പോലെ അല്ലെങ്കിൽ മറ്റനേകം, ഇപ്പോൾ അവിടെ DYFയുടെ നേതാവ് ജയദേവൻ, അങ്ങനെ ഒത്തിരി പേര് അവിടെ മത്സരിക്കാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാരുണ്ട്, മുതിർന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ അവരെ ഒന്നും മത്സരിപ്പിക്കാതെ സരിനെ അങ്ങനെ മത്സരിപ്പിച്ചു. ഇത്തവണയാണെങ്കിലോ, ഇത്തവണ ഞാൻ ഒരു നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസാരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ ആലോചിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനു മുൻപ് അവിടെ മത്സരിച്ച് ജയിച്ച ആൾ CPMൻ്റെ 2006 ജയിച്ച ആളല്ല, അതിന് മുൻപ് ജയിച്ച ഒരു നൗഷാദ് ഉണ്ട്. ഇപ്പോഴും അദ്ദേഹം അവിടെ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആണ്. അപ്പോൾ ആ നൗഷാദ് ജയിച്ചതുപോലെ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വളരെ വിചിത്രമായിട്ട് തോന്നി. പക്ഷേ വെറും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയല്ല, പാർട്ടിക്ക് പുറത്തു നിന്ന് ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ടുവന്ന് നിർത്തി. അതിനൊക്കെ ശേഷമാണ് AK ബാലൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭൂതം വീണ്ടും തുറന്നു വിട്ടത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കാര്യമായിട്ട് ചിലവായില്ല. അത് വീണ്ടും തുറന്നു വിട്ടപ്പോൾ ഈ SDPIയുമായിട്ട് CPMന് ചില നീക്കുപോക്കുകളുണ്ട് എന്ന് അതുവഴി പല തരത്തിൽ പുറത്തു വരുന്നു. അപ്പോൾ SDPIക്ക് പാലക്കാട് വോട്ട് ഉണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെ അറിയാം? കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ അവിടെ SDPIയുടെ പച്ച ചുവപ്പ് നക്ഷത്രം കൊടിയൊക്കെ പിടിച്ച് കുറേ ആൾക്കാർ പ്രകടനം നടത്തി. ഞങ്ങൾ കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എന്നായിരുന്നു അവരുടെ അവകാശവാദം. അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ CPM ചെയ്തത് എന്താണ്? SDPIയുടെ വോട്ട് വാങ്ങിച്ചിട്ട് UDFനായിരുന്നു അവരുടെ പിന്തുണ. അവിടെ UDFന് പിന്തുണ കൊടുത്തിരിക്കാം. പക്ഷേ അവർ മത്സരിച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ട് അവർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കുകയും CPM അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതായത് CPM അതിനുശേഷം അത് പലതവണ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു ആ കാര്യം, ജമാഅത്തിൻ്റെ കൂടെ SDPIയുടെ പേരും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ CPM അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അവിടെ SDPIയുടെ പിന്തുണ CPM തേടുന്നു. അത് അവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല മണ്ഡലങ്ങളിലും ഒരു 6 മണ്ഡലങ്ങളിലെങ്കിലും UDFും LDFുമായിട്ട് ടൈറ്റ് മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ SDPIയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. എന്നാലോ LDFന് വേറെ തരത്തിൽ അമ്പലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെ 3 പഞ്ചായത്ത് അംഗങ്ങളുള്ള SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. അങ്ങനെ പലതരത്തിലുള്ള നീക്കുപോക്കുകളുണ്ട്. ഈ പാലക്കാട്ടേക്ക് വന്നാൽ അവിടെ മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഒരു കൃത്യമായ തന്ത്രം തന്നെയാണ്. കാരണം അത് SDPIയുടെ കൂടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഒരു തന്ത്രമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതിൽ കൂടി ശോഭാ സുരേന്ദ്രന് ഒരു സാധ്യത എന്തായാലും ഉണ്ട്. SDPIയുടെ നേതാക്കൾ പലതവണ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ മാത്രം വിചാരിക്കേണ്ട കാര്യമല്ല BJPയെ തോൽപ്പിക്കുക എന്നുള്ളത്. അതിനകത്തെല്ലാം ഉണ്ടല്ലോ. അവരുടെ പിന്തുണ ഇത്തവണ LDFനാണ്. അപ്പോൾ LDF അധികാരത്തിൽ വരട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് SDPIക്കാർ. അപ്പോൾ അവിടെ പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെ ഒരു വോട്ടിംഗ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം ശോഭാ സുരേന്ദ്രന് കിട്ടും. അങ്ങനെയാണല്ലോ അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ ശോഭാ സുരേന്ദ്രന് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്, ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ശോഭാ സുരേന്ദ്രന് മറ്റ് പല
അവിടെ മേൽക്കൈ കിട്ടാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ മുൻപ് 2016 മത്സരിച്ചതാണ്. അവർ സുപരിചിതയാണ്. അവിടെ പല നേതാക്കൾക്കും അവിടെ വടക്കൻ തറയിലും മൂത്താൻ തറയിലും ഒക്കെ എൻ ശിവരാജിനെ പോലെയുള്ള നേതാക്കളൊക്കെ അവരെ വിജയിപ്പിക്കാൻ പൂർണ്ണമായും അവരുടെ പിന്തുണയുണ്ട്. അവർക്ക് പാലക്കാടിനേക്കാൾ സാധ്യത മറ്റൊരു മണ്ഡലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അവർക്ക് കിട്ടിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിത്വം പാലക്കാട് തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ ആകെ ഈ പിഷാരടിയുടെ ഒരു രംഗപ്രവേശനത്തിൽ കൂടി അത് വളരെ ടൈറ്റായി, അല്ലെങ്കിൽ ഒരു 50-50 സീറ്റായി മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഇടതുപക്ഷത്തുള്ള ആൾക്കാർ രമേഷ് പിഷാരടിയെ കോമാളിയെന്നും അരാഷ്ട്രീയവാദിയെന്നും പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാൻ പോകാത്ത ആൾ എന്നൊക്കെ പറഞ്ഞ് ഈ റസാക്കിന് പറ്റുന്ന ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ റസാക്കിനെ അവതരിപ്പിക്കുന്ന രീതിയിൽ പിഷാരടിയെ കൂടി അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ കാര്യമായിട്ട് വിജയിച്ചില്ല. കാരണം പിഷാരടി ഒരു തികഞ്ഞ പൊളിറ്റിക്കൽ ആനിമലാണ്. അദ്ദേഹം മികച്ച രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തുന്ന, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലും ഒക്കെ അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗണ്ടറുകൾ, അദ്ദേഹത്തിൻ്റെ പല പരിപാടികളിലും അദ്ദേഹം സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടാൽ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാരെക്കാളും മികച്ച രീതിയിലാണ് അദ്ദേഹം പല കാര്യങ്ങളെയും അവതരിപ്പിക്കാറ്. ഇപ്പോൾ തന്നെ അവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് അവിടെ അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ഷാഫി പറമ്പിൽ ഇതുപോലെ ഈ പലസ്തീൻ വിഷയവും അതും ഇതും പറഞ്ഞിട്ടൊന്നും അല്ല അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. അവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഉയർന്ന ജാതിക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കും, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാത്തരം ആൾക്കാർക്കും, ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവർക്കും അദ്ദേഹം ഷാഫി പറമ്പിൽ അപ്രോച്ചബിൾ ആയിരുന്നു. അദ്ദേഹം എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. അതുപോലെ ഒരു ആളായിട്ട് രമേഷ് പിഷാരടിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രമേഷ് പിഷാരടി ഈ തെരഞ്ഞെടുപ്പിനെ ശോഭാ സുരേന്ദ്രനൊപ്പം ഒരു തുല്യ സാധ്യത, അല്ലെങ്കിൽ ഏകദേശം ഒരു തുല്യ സാധ്യതയെങ്കിലും ഉള്ള ഒരു രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ പറ്റിയത്. അവിടെ ഇടതുപക്ഷം എന്തായാലും മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ്. അതിൽ അവരുടെ ഈ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ അകത്തൊരു കുടിലമായിട്ടുള്ള ഒരു തന്ത്രം അവർ മുൻപേ ആവിഷ്കരിച്ച് അത് പ്രയോഗിച്ചു എന്നുള്ളതിലാണ്. ഇതിൽ എന്തൊക്കെയോ ഡീലുകൾ, അത് ഡീലാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കണക്കൂട്ടലാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട് അവിടെ. ശരി, ശ്രീ MS വേണുഗോപാൽ, താങ്കൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒരു ഘടകം കൂടി ഉണ്ടായിരുന്നു. പാരകൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.